നമസ്കാരം. മഷ്റൂമും മുട്ടയും ഉപയോഗിച്ച് തയ്യാറാക്കാൻ പറ്റുന്ന വളരെ നല്ല ഹെൽത്തി ആയിട്ടുള്ള സൈഡ് ഡിഷാണ് ഇന്നിവിടെ കാണിക്കുന്നത്. മഷ്റൂം മുട്ട വരട്ടിയത്. ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പായി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 200 ഗ്രാം അളവിൽ മഷ്റൂമാണ് ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത്. മഷ്റൂം നല്ലതുപോലെ കഴുകി ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ഒരു 10 മിനിറ്റ് നേരം ഇത് മാറ്റി വെക്കാം. 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം വെള്ളം ഊറ്റി കളഞ്ഞിട്ട് മഷ്റൂം വളരെ ചെറിയ പീസാക്കിയിട്ട് അരിഞ്ഞെടുക്കണം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതും മാറ്റി വെക്കാം. ഇനി ഒരു പാൻ ചൂടാക്കാം. 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. 3 മീഡിയം സൈസ് സവാള വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്, ഇത് ചേർക്കാം. ഇനി ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. സവാളയുടെ നിറം മാറുന്ന സമയം വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഏകദേശം ഒന്ന് കളർ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 പച്ചമുളക് കീറിയിട്ടത് ചേർത്ത് കൊടുക്കാം. കൂടെ കുറച്ച് കറിവേപ്പില കൂടി ഒന്ന് ചേർക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർക്കണം. ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത്. സാധാരണ മുളക് പൊടി ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ എരിവിനനുസരിച്ച് അത് ചേർത്ത് കൊടുക്കാം. പച്ചമണം മാറുന്ന സമയം വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള മഷ്റൂം ഉണ്ടല്ലോ, ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാം. ഇനി മഷ്റൂം വേവുന്നതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ ഒരു ചെറിയ കപ്പ് വെള്ളം ഒഴിച്ചാൽ മതിയാകും. അതായത് മഷ്റൂം ഒന്ന് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഈ വെള്ളം നന്നായിട്ട് വറ്റി വരണം. മഷ്റൂം എല്ലാം നന്നായിട്ടൊന്ന് വെന്ത് വെള്ളം വറ്റി വന്നിട്ടുണ്ട്. ഞാൻ ഈ മഷ്റൂം ഈ പാൻ്റെ സൈഡിലേക്കൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് 2 മുട്ട പൊട്ടിച്ചെടുത്തിട്ടുള്ളതാണ്, ഇത് ചേർക്കാം. മുട്ട മഷ്റൂമിലേക്ക് എല്ലായിടത്തും പറ്റിപ്പിടിക്കുന്ന രീതിയിൽ ഒന്നാക്കി കൊടുക്കണം. ഇനി ഒന്ന് മുട്ട പകുതി ഒന്ന് വെന്ത് വരട്ടെ. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കണം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കിയെടുക്കണം. 5 മിനിറ്റ് നേരം ഇളക്കി മുട്ട ഡ്രൈ ആക്കിയിട്ടെടുക്കണം. നല്ലതുപോലെ വരട്ടിയെടുക്കേണ്ടതുണ്ട്. കൈവിടാതെ തന്നെ ഇളക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക. നമ്മുടെ മഷ്റൂം മുട്ട വരട്ടിയത് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാൻ പറ്റുന്ന വളരെ നല്ലൊരു ഹെൽത്തി ആയിട്ടും ടേസ്റ്റി ആയിട്ടുമുള്ള സൈഡ് ഡിഷാണിത്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സൈഡ് ഡിഷാണ്. ഇനി ഇതൊരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.